വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. മിനിസ്റ്ററെ, നിലവിലെ കേന്ദ്ര നിയമങ്ങളിൽ അത് പ്രായോഗികമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവിൽ നിന്നാണോ നമ്മളിപ്പോൾ ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്കുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളത്? സംസ്ഥാന സർക്കാർ ആദ്യം മുതലേ പറഞ്ഞത് നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നാണ്. ഇത് സംബന്ധിച്ച് നിരവധി തവണ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും ഞാനും മറ്റ് മന്ത്രിമാരും ഒറ്റക്കും കൂട്ടായും ഉദ്യോഗസ്ഥന്മാർ പലവട്ടവും ചർച്ച നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ആ സാഹചര്യത്തിലാണ് നിയമഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം കേരള നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയത്. അതിനുശേഷവും വകുപ്പ് മന്ത്രിയെ ഡൽഹിയിൽ ചെന്ന് നേരിട്ടും അല്ലാതെയും കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തെങ്കിലും ഒരു മാറ്റവും വരുത്താൻ അവർ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചു. കർഷകരുടെ പൊതുവായ ആവശ്യമെന്ന് പറയുന്നത് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടാകണം. വെടിവെച്ച് കൊന്നാൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട മാംസങ്ങൾ മൃതശരീരം സംസ്കരിക്കുന്നതിന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളിലും ഇളവ് വരുത്തണം. ആ ആവശ്യം നടക്കണമെങ്കിൽ ഒരു വന്യമൃഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ വനം വകുപ്പ് നിയമത്തിലെ 62-ാം വകുപ്പ് പ്രകാരമാണ് ആ നടപടി സ്വീകരിക്കേണ്ടത്. ഇതെല്ലാം ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന പ്രചരണമാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങുന്നവരും സംസ്ഥാന ഗവൺമെന്റിനെ രാഷ്ട്രീയമായി വിമർശിക്കാൻ അവസരം കാത്തിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളും ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നിയമസഭ ഐക്യകണ്ഠേന അങ്ങനെ പ്രമേയം പാസാക്കി. ഒരു നിവൃത്തിയുണ്ടായില്ല. നിലവിൽ ഇതിൽ ഈ ഭേദഗതിയുടെ സംസ്ഥാനത്തിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതായതുകൊണ്ടാണ്. ആ സാധ്യതയാണ് ഇപ്പൊ നമ്മൾ. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ ഇത്തരമൊരു നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾക്ക് ഉദ്ദേശശുദ്ധി വേണം. ആ ഉദ്ദേശശുദ്ധി പരിസ്ഥിതി സംരക്ഷണമാണ്. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിയും ഗവൺമെന്റുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കണം, അതിൻ്റെ ഭാഗമായി വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കണം, ഒപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുകയും ചെയ്യണം. ഈ പല നിയന്ത്രണങ്ങളുടെ നടുവിലാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടണം. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഏത് നിയമമായാലും അത് കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒരു അവകാശവും ഒരു ഇടവും ഉണ്ടായിരിക്കണം. സുൽത്താനോടൊപ്പം ബെൻസൺ ബാവുമങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.